ഒടുവിൽ 2000 വർഷങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും മലബാറിന്റെ തീരത്തെത്തിയിരിക്കുന്നു. കടപ്പുറത്തെ മണൽത്തരികൾ പോലെ വിശ്വാസികൾ പെരുകിയിട്ടുണ്ടാകും. മക്കളെ, എവിടെ ജനക്കൂട്ടം? അപ്പം മുറിക്കുന്നവരുടെ കൂട്ടായ്മ എവിടെ? അപ്പമോ? എന്തപ്പം? എടയടാ, പുള്ളിയുടെ മുഖം കണ്ടോ? ട്യൂബ്ലൈറ്റ് പോലെ. എന്നാ വെട്ടവാ. വേഷം കണ്ടിട്ട് എന്തോ ചെറിയ പ്രശ്നക്കാരനാണെന്ന് തോന്നുന്നു. അയ്യോ ബ്രോ, പ്രാർത്ഥനയ്ക്ക് വരുന്നവരെ കാണണമെങ്കിൽ മോർണിംഗ് 6:30 വരണം. ഈ നേരത്ത് എവരിബഡി ഇൻ ദ ജിം ഓർ മോൾ, യു നോ. ജിമ്മോ മാളോ ഇതൊക്കെ പുതിയ സഭകളാണോ? നിന്റെ കയ്യിലിരിക്കുന്ന കറുത്ത സാധനം എന്താ? അയ്യേ, ഫോൺ എന്നാന്ന് പോലും അറിയത്തില്ലേ. പുള്ളി ഭയങ്കര ഔട്ട്ഡേറ്റഡ് ആണല്ലോ. അയ്യോ ബ്രോ, ഇതെന്റെ ഫോണാണ്. ഇതിനുള്ളിലാണ് എന്റെ സിനിമ, എന്റെ പാട്ട്, എന്റെ ഫ്രണ്ട്സ്, പിന്നെ എന്റെ ലില്ലിക്കുട്ടി. ലില്ലിക്കുട്ടി ആരാ മോനെ? നിന്റെ അമ്മച്ചിയാണോ? അയ്യോ, ബ്രോ എന്താ വയ്യേ? ബ്രോയ്ക്ക് ഇപ്പൊ എന്താ അറിയണ്ടേ? പ്രാർത്ഥനയ്ക്ക് വരുന്നവരെ കാണണമല്ലേ? ഓക്കെ, ബിലീവേഴ്സിനെ കാണണമെങ്കിൽ ആ ജംഗ്ഷനിലെ വിസ ഓഫീസിലേക്ക് ചെല്ലണം. അപ്പോഴാണ് ഇപ്പോൾ കൂടുതൽ പ്രാർത്ഥന നടക്കുന്നത്. വിസ ഓഫീസോ? അതെന്താ മക്കളെ, ധ്യാന കേന്ദ്രമാണോ? അല്ല ബ്രോ, ധ്യാന കേന്ദ്രം ഒന്നും അല്ല. ഇപ്പോൾ എല്ലാവരും മൈഗ്രേഷൻ വൈബിലാണ്. കണ്ടോ, ഇപ്പൊ ഇവിടെ മുഴുവൻ ബംഗാളികളാണേ. ഓൾ കേരളീസ് ഇൻ അതർ കൺട്രീസ് ആൻഡ് ഓൾ ബംഗാളീസ് ഇൻ കേരള. ഒത്തിരി ആൾക്കാർ ഇപ്പൊ UK-യിലും കാനഡയിലും ഒക്കെയാണ്. പിന്നെ കുറെ പേർ ന്യൂസിലാൻഡിലും പോകുന്നുണ്ട്. വിസ കിട്ടിയാലല്ലേ ഇവിടുന്നൊക്കെ ഒന്ന് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ധ്യാന കേന്ദ്രത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന പോലെ കുറെ പേർ വിസ ഓഫീസിന്റെ വാതിൽക്കൽ നിന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. കാനഡയോ? അത് ഹിമാലയത്തിനപ്പുറമാണ്. ഹിമാലയം ഒന്നും അല്ല ബ്രോ, ഇത് വേൾഡ് മാപ്പാണ്. ഇതിൽ നോക്കിയാൽ കാണാം. ദേ നോക്ക്, ആ വേൾഡിന്റെ ഏറ്റവും മുകളിൽ മഞ്ഞുമൂടി കിടക്കുന്ന വലിയ രാജ്യം കണ്ടോ? അതാണ് കാനഡ. ആഹാ, കൊള്ളാലോ. പക്ഷേ എന്റെ ഈ വേഷം കണ്ടാൽ ആളുകൾ എന്തു പറയും? പിന്നെ കാനഡയിൽ പോയാൽ ആരും ഒന്നും പറയില്ല. അവിടെ നമ്മുടെ നാട്ടുകാർ തന്നെയല്ലേ ബ്രോ കൂടുതലും. പോരാത്തതിന് ഹോളിവുഡ് പടങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്ന സ്ഥലമല്ലേ. ബ്രോയിനെ കണ്ടാൽ ഏതെങ്കിലും സിനിമയുടെ ഷൂട്ടിങ്ങിന് വന്നതാണെന്ന് എല്ലാരും കരുതൂ. ഞാനൊന്ന് പോയി വരാം മക്കളെ. അപ്പൊ ശരി ബ്രോ, കണ്ടതിൽ സന്തോഷം. Last call for passengers. Please proceed urgently to gate. വിമാനം എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. എനിക്ക് കയറാൻ കൊതിയായിരുന്നു. പക്ഷേ ഇപ്പോഴല്ലേ മനസ്സിലായേ, എനിക്കാണെങ്കിൽ കപ്പലിൽ കയറിയുള്ള ശീലമേ ഉള്ളൂ. ഇത് കുരുങ്ങുന്നു. പേടിയാവുന്നു. കർത്താവേ, കാത്തോണേ. Welcome to Wellington, everyone. For your safety, you must remain seated with your seatbelt fastened until the seatbelt sign is turned off. On behalf of the crew, thank you for choosing to fly with New Zealand on. എന്റെ കർത്താവേ, ഗലീലയിലെ ആ കൊടുങ്കാറ്റിനെ ശാന്തമാക്കിയപോലെ ഈ ശക്തമായ കാറ്റിനെ ശമിപ്പിക്കണേ തമ്പുരാനെ. തോമസേ, നിനക്ക് ഞാൻ അതിനുള്ള അധികാരം തന്നിട്ടില്ലേ? Peace be still. എനിക്കൊരു ചെറിയ സംശയം വന്നതാ. തോമസേ, നിന്റെ വിശ്വാസം പോരാ. സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അത് മാറിപ്പോകും. നിങ്ങൾക്ക് യാതൊന്നും അസാധ്യമായിരിക്കുകയില്ല. ഹാവൂ, എന്റെ കർത്താവേ, എന്റെ ദൈവമേ.
ആരായിരുന്നു? ഞാൻ കോശി, ഇവിടുത്തെ കൈക്കാരനാണേ. മുമ്പ് കണ്ടിട്ടില്ല, അതാ ചോദിച്ചേ. ഞാനിവിടെ പാരിഷ് ഡേ. ആ, പാർട്ടിസിപ്പൻ്റ് ആയിരുന്നോ? ആ, ഫ്രണ്ടിൽ ഇഷ്ടം പോലെ ഇടയുണ്ടേ, മുന്നോട്ടൊന്ന് കയറിയിരുന്നോളാവോ? ഹലോ വിച്ചേട്ടാ, ബിരിയാണി ചെമ്പ് ഇപ്പോൾ എത്തുന്നല്ലേ പറഞ്ഞേ? 10 മിനിറ്റിനുള്ളിൽ പരിപാടി തുടങ്ങേ. ചേട്ടാ ഞാൻ ഇപ്പോൾ വിളിക്കാവേ. ചേട്ടാ, ഞാൻ റോണി, ഇവിടുത്തെ കൈക്കാരനാണേ. ചേട്ടൻ പുതിയ ആളാണോ? കണ്ടിട്ടില്ലല്ലോ. ഓഫീസിൽ ചെന്നാലേ രജിസ്റ്റർ ചെയ്യാനുള്ള ഫോം കിട്ടുവേ. അതൊന്ന് പൂരിപ്പിച്ച് മന്ത്ലി ഡൊണേഷനൊക്കെ തരാൻ തുടങ്ങും കേട്ടോ. അകത്തോട്ട് ചെന്നോളൂ. ശരി കേട്ടോ, തിരക്കാണേ. ഇതാണ്. ഹലോ ചേട്ടാ, ഞാൻ റിൻഡോ, മീഡിയ ടീമിൽ നിന്നാണേ. ചേട്ടൻ്റെ ലുക്ക് സൂപ്പറാണല്ലോ. ഒരു തോമസ് ലിഹാ ലുക്കുണ്ട്. ഞാനിതൊന്ന് കളറാക്കി നമ്മുടെ FB പേജിൽ ഇട്ടേക്കട്ടെ, വൈറലാകുന്നേ. ആഹാതെ എവിടെ പോകാനാ. ചേട്ടൻ പൊളിയാണ് കേട്ടോ. ഒരു ഫോട്ടോയ്ക്ക് ഒന്ന് പോസ്റ്റ് ചെയ്യാമോ? ചിന്ന ചിന്ന ചേട്ടാ, ഒന്ന് നോക്കി നടക്ക്. ആ താടിയും മുടിയും ഒക്കെ പോയാൽ പിന്നെ സ്കിറ്റിൽ അഭിനയിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഇത് കാനഡയിലെ സീറോ മലബാർ കൂട്ടായ്മയല്ലേ? ഇതൊന്നും അറിയത്തില്ലേ? റിൻഡോയോട് ചോദിച്ചു നോക്ക്. കഴിഞ്ഞ ആഴ്ച ഇട്ട ഒരു റീലിന് 1 മില്യൺ വ്യൂസ് ആയിരുന്നു. നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ പടർന്ന് പന്തലിക്കുകയല്ലേ. അത് പറഞ്ഞപ്പോഴാ, റിൻഡോ നീ ഇട്ട റീലിന് എന്നെ ടാഗ് ചെയ്യാൻ തന്നെ. അയ്യോ, അച്ഛൻ്റെ ഇൻസ്റ്റാഡി ഒന്ന് പറയാമോ? അതറിയത്തില്ലേ? അറ്റ് ഫാദർ ഓഫ് ടേബിൾ ടെന്നീസ്. ടേബിൾ ടെന്നീസോ? അതെന്താ? ആളെ വേണ്ടത്ര പരിചയമില്ലെന്ന് തോന്നുന്നു. ഞങ്ങളുടെ അച്ഛൻ കുർബാന ചൊല്ലാൻ മാത്രമല്ല, ടേബിൾ ടെന്നീസ് കളിക്കാനും ബഹുമെടുക്കണ. പിന്നെ അധികം ആർക്കും അറിയാൻ പാടില്ലാത്ത ഒരു രഹസ്യം കൂടെ ഉണ്ട്. ഇവിടെ കളിക്കാൻ അച്ഛൻ കഴിഞ്ഞേ വേറെ ആരും ഉള്ളൂ. ചേട്ടാ, ചായ വേണോ? ഞങ്ങളെ ഒരു ഫണ്ട് റൈസ് നടത്തുന്നുണ്ട്. ചായ, സ്നാക്സ്, പ്ലീസ് ബൈ ആൻഡ് കോപ്പറേറ്റ്. ഇവിടെയും ബംഗാളികൾ? അയ്യോ ചേട്ടാ, എന്റെ പേര് ജിപ്സ. ഇവരെന്നെ സ്വന്തം പിള്ളേരാണേ. നമ്മുടെ പാരിഷയിലെ യൂത്ത് മിനിസ്ട്രി നമ്മുടെ യൂത്തിന്റെ ആത്മീയ വളർച്ചയ്ക്കും സമഗ്ര വികസനത്തിനും അതുപോലെ അവർക്ക് സഭയോട് സ്നേഹം വളർത്താനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് SMIM. അയ്യോ, ഇപ്പൊ നമ്മുടെ പ്രോഗ്രാം തുടങ്ങും. മീഡിയ ടീമിന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രോബ്ലം ഉണ്ടാവല്ലേ? എല്ലാം റെഡി അല്ലേ റിൻഡോ? ഹായ് ചേട്ടാ, ഞാൻ സോന. നമ്മുടെ പള്ളിയിലെ ആക്ടിവിറ്റീസ് എല്ലാം ഞങ്ങളുടെ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്ത് പുറം ലോകത്തെ അറിയിക്കും. റിൻഡോയെ, ഈ ചേട്ടന്റെ ഒരു ക്ലോസപ്പ് കൂടി എടുത്താലോ? നീ പറഞ്ഞത് ശരിയാ കേട്ടോ. ശരിക്കും ഈ വേഷവും താടിയൊക്കെ കണ്ടാൽ ഒരു തോമസ് ലേഹായെ പോലെ തന്നെയുണ്ട്. അതെ അതെ, ഞാൻ കഴിഞ്ഞ ആഴ്ച നാട്ടിൽ നിന്ന് വന്നേ ഉള്ളൂ. വീട്ടിലെല്ലാരെയും കണ്ടു, ഒരു കല്യാണമൊക്കെ കൂടി. എല്ലാരെയും മിസ് ചെയ്യുന്നുണ്ട്, ഫുഡും മിസ് ചെയ്യുന്നുണ്ട്. ഒരു റെസ്റ്റോറന്റിൽ നിന്ന് കഴിച്ച ബട്ടർ ചിക്കൻ, ഓ എന്തൊരു ടേസ്റ്റ് ആയിരുന്നു. ഡോജോ സാറേ, ബട്ടർ ചിക്കന്റെ കാര്യം മാത്രം ഓർമ്മിപ്പിക്കല്ലേ. ഇവിടെ ഇപ്പൊ മൊത്തം ബട്ടർ ചിക്കൻ സുനാമി അല്ലേ? എന്താ? ഞാൻ ഡോജോ, കാറ്റഗിസം ഹെഡ് മാസ്റ്റർ ആണേ. നിങ്ങളുടെ മേക്കപ്പ് നന്നായിട്ടുണ്ടല്ലോ. ഏത് വാർഡാണ്? ഞാൻ സെന്റ് തോമസ്. ഓ, സെന്റ് തോമസ് വാർഡ്. നൈസ് നൈസ്. ഇത് തോമസ് ലിഹ അല്ലേ? നമ്മുടെ കാറ്റഗിസം ബുക്കിലുള്ള അതേ പിക്ചർ അല്ലേ? അതെ അതെ, നല്ല മിനസബിളുള്ള താടി, നല്ല കോട്ടൻ കാറ്റി പോലെ ഇരിക്കും. എനിക്ക് കഴിക്കാൻ തോന്നുന്നു. അയ്യോ, ഈ ഉടുപ്പ് നോക്കിക്കേ. 2000 years ago, were you wearing this dress? ഈ സ്റ്റിക്ക് എന്തിനാ സെയിന്റ് തോമസ്? ഞാൻ ഒന്ന് തൊട്ട് നോക്കിക്കോട്ടെ. കുഞ്ഞുമക്കളെ, എങ്ങനെയാണ് നിങ്ങൾ എന്നെ തിരിച്ചറിഞ്ഞത്? നിങ്ങൾ സൺഡേ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. സെയിന്റ് തോമസ് മലബാറിൽ വന്നതും 7 പള്ളികൾ സ്ഥാപിച്ചതും ഒക്കെ ഞങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. നമ്മുടെ ട്രഡീഷൻ ഞങ്ങളുടെ കൂടെ ഓൾവേസ് ഉണ്ട്. ഞങ്ങൾ മോഡേൺ ആണ്, ബട്ട് നമ്മുടെ ഫെയ്ത്ത് പഴയ തന്നെയാണ്. സ്വർഗത്തിലെ മാലാഖമാരിൽ ഞാൻ കണ്ട അതേ തീയാണിത്. നമ്മുടെ വിശ്വാസം ലോകമെമ്പാടും കത്തിപ്പടരട്ടെ. ഇനി താമസിക്കണ്ട. പാരിഷ് ഡേ സെലിബ്രേഷൻസ് നമുക്കിപ്പോൾ തന്നെ തുടങ്ങാം. കാനഡയിലെ എൻ്റെ മക്കളുടെ വിശ്വാസം എനിക്ക് കൺകുളിറക്കി കാണണം. വാ, നമുക്ക് അവിടെ പോയിരിക്കാം.
തെന്നലിൽ വർഷം പകർന്നു ശാന ആത്മാവിൽ തിങ്കൾ കുളിർ പൊന്നും നിലാത്തേൻ തുള്ളി ഈ കായൽ കൈത്തന്നലിൽ വർഷം പകർന്നു ശാന പള്ളിമണി നാം നാം ഉള്ളറിയണം നാം അല്ലതൊഴിവാകാൻ ഒന്നു ചേരാ. ആയിരങ്ങളെക്കാൾ സുന്ദരനെ കണ്ടതിലേറ്റം നല്ലവനെ ആയിരങ്ങളെക്കാൾ സുന്ദരനെ കേട്ടതിലോ നല്ല സംഗീതമേ നിന്നെ കാണുവാൻ ഞാൻ വന്നിതാ വാഴ്ത്തുവാൻ ഞാൻ നിന്നിതാ നിന്നെ കാണുവാൻ ഞാൻ വന്നിതാ വാഴ്ത്തുവാൻ ഞാൻ നിന്നിതാ. ചന്തമോടെയെന്നും നീയോ എന്റേതല്ലേ സുന്ദരി അന്തിവെട്ടമാറും നേരം സ്വന്തം നീയേ കൺമണി ചട്ട ചട്ട തുളുമ്പടി കരളിന്റെ കുടത്തിലെ ഹണിയായി ഉടനെ നിറയാൻ വരവേ അറിവറി എനിക്കില്ല പതുക്കെന്നെ മതി മതി നുരപടരും തിരുമധുരം നുകരാൻ കട്ടുകിട്ടു പറത്തൊരു കടക്കണ്ണും അടിച്ചെന്നെ കുട്ടിക്കിട്ടു വലിക്കില്ല മിടുക്കി പെണ്ണെ ആ തിരിച്ചിട്ടും മറിച്ചിട്ടും ഗുണിച്ചിട്ടും മരിച്ചിട്ടും കുളിപ്പിച്ചു കേട്ടത്തല്ലേ കുടുക്കപ്പെണ്ണേ. ചിരി നീട്ടി കാലിൽ കളയുടെ മണി നീട്ടി മാറിൽ ചന്ദനഗന്ധം ചൂടിനീ പതിവ് പോലെ എന്റെ പെർഫോമൻസ് ഗംഭീരമായിട്ടുണ്ട്. അത്യുഗ്രൻ സാർ, സൂപ്പർ സാർ, സൂപ്പർ സാർ. സാറിന് നാഷണൽ അവാർഡ് ഉറപ്പാ. പക്ഷെ പടം പൊട്ടും. ചക്കരമാവിന്റെ കൊമ്പത്തിരിക്കണം മാമ്പഴം പോലത്തെ മങ്കപ്പെണ്ണ എന്നിട്ടും തൊട്ടില്ല തൊട്ടിട്ടും മെത്തില്ല എത്താ കുമ്പത്തെ തത്തപ്പെണ്ണ ചക്കരമാവിന്റെ കൊമ്പത്തിരിക്കണം മാമ്പഴം പോലത്തെ മങ്കപ്പെണ്ണ എത്തിട്ടും തൊട്ടില്ല തൊട്ടിട്ടും മെത്തില്ല എത്താ കുമ്പത്തെ തത്തപ്പെണ്ണ ഇളങ്കരിക്കിന്റെ കണ്ണ് കുത്തുമ്പോ തെറിച്ച് തുള്ളണം മിണ്ട പെണ്ണ. വാ ചക്കരമാവിന്റെ കൊമ്പത്തിരിക്കണം മാമ്പഴം പോലത്തെ മങ്കപ്പെണ്ണ എത്തിട്ടും തൊട്ടില്ല തൊട്ടിട്ടും മെത്തില്ല എത്താ കുമ്പത്തെ തത്തപ്പെണ്ണ. Hey, monster on the beat, ho, Debo, any rap. He a freak throw, man down, call her Amber Lambs, tell him breathe, bro. Nella to the cross, he walk around like Tizo. What's up with these? Trying to see Compton, the industry can hate me. Fuck 'em all and they mama. How many options you really got? I mean, it's too many options. I'm finna pass on this body, I'm John Stockton. Beat your ass and hide the Bible if God watching. Sometimes you gotta pop out and show. Certified boogeyman.
என் நெஞ்சில் குடியிருக்கும் നസ്രായനെ സംശയിച്ച തോമസ് ആണ് ഞാൻ. എന്നാൽ ഇന്ന് ഈ കുഞ്ഞു മക്കളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ, ഈ അടുത്ത തലമുറയുടെ പ്രകാശത്തിലേക്ക് നോക്കുമ്പോൾ എനിക്ക് ഇനി ചോദ്യങ്ങളില്ല. ലോകത്തിന്റെ അറ്റത്തും വിളവെടുപ്പ് സമൃദ്ധമാണ്. ഞാൻ പോയി വരാം മക്കളെ. നമുക്കിനി അടുത്ത പാരിഷിലേക്ക് കാണാം. ഒരിക്കൽ കൂടി ഈ യുവത്വം തിരിച്ചു വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നു. എന്തായാലും ഇറ്റ് വാസ് സച്ച് ആൻ ഇടിവെട്ട് പ്രോഗ്രാം ആയിരുന്നു അല്ലേ? SMYM ഇന്റർനാഷണൽ കീ ജയ്. അടിപൊളി അടിപൊളി. Let's give them a big round of applause. ഇന്നിവിടെ നടന്ന എല്ലാ പ്രോഗ്രാമും എല്ലാ ടാലൻസിനും എല്ലാം ഒന്നിനൊന്നേ മെച്ചമായിരുന്നു. എല്ലാവർക്കും ഒരു കയ്യടിയോടുകൂടി നമുക്ക് പെരുന്നാളിൻ്റെ എല്ലാ ആഘോഷങ്ങളിലേക്കും കടക്കാം. എല്ലാവരും പോകുന്ന സ്ഥിതിക്ക് പെട്ടെന്ന് ഇതിനകത്ത് പങ്കെടുത്തവരുടെ പേരും കാര്യങ്ങളൊന്ന് പറയുകയാണ്. ഒന്ന് നമ്മുടെ ഡാൻസ് കോർഡിനേറ്റ് ചെയ്ത മരിയ ബാബു, രണ്ടാമത്തത് നീനു മാർട്ടിൻ, കെവിൻ ആൻ്റണി, മെബിൻ മാത്യൂസ്, അലൻ ടോമി, അൽന പി ജോർജ്, ആൽവിൻ ജേക്കബ്, മിഖിൽ പൗലിനോസ്, ആൻ ക്രിസ്റ്റൽ ജോസ്, ജിസ്മി മരിയ ജോഷി, ആൽബി ഷാജി, ക്രിസ്റ്റി എബ്രഹാം, മിലൻ സിജോ, സിബിൻ കുര്യാക്കോസ്, രേഷ്മ തോമസ്, അൻസു ബെന്നി, അജയ് ജോൺസൺ, സ്റ്റീവോ, ജിജോ ജെയിംസ്, ആൻസൺ ആൻഡോ, മെൽവിൻ മാത്യു, ജോയൽ പോൾ, ആൻഡോ വർഗീസ്, പിന്നെ ഡെന്നിസ് ജോൺ ആയ ഞാനും, അതുപോലെ തന്നെ പ്രോത്സാഹിപ്പിച്ച എല്ലാവർക്കും, അതുപോലെ തന്നെ ഇത്രയും നേരം ഞങ്ങളെ അക്ഷമയോടെ കാത്തിരുന്ന അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. We invite Joseph Agrapadiyekal to do the vote of thanks.
സുഹൃത്തുക്കളെ, നമുക്കറിയാലോ സീറോ മലബാർ സ്കാർബറോ പള്ളിയുടെ ചരിത്രത്തിൽ ഒരു പുതിയ യുഗം പിറക്കുകയാണ്. കാരണം നമ്മൾ പിൽഗ്രിം സെൻറ്ററായി ഉയർത്തിയതിന് ശേഷം നമ്മുടെ ആദ്യത്തെ പെരുന്നാളാണ്. ഒരു പുതിയ പിറവിയാണ് നമ്മൾ കാണിക്കുന്നത്. ചാരുതയാർന്ന ഈ സായം സന്ധ്യയിലെ പ്രകൃതി പോലും ഒരു മന്നാഗിനിയെ പോലെ നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഈ സുന്ദര മുഹൂർത്തത്തിൽ നമ്മളോടൊപ്പം മയത്തിരുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ രൂപതയുടെ വികാരി ജനറാല് ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ കലിങ്ങിത്തരൽ അച്ഛന് ആദ്യമായിട്ട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. പിന്നെ നമ്മുടെ ഈ പ്രോഗ്രാമുകൾ കാണുന്നതിന് വേണ്ടി നമ്മുടെ ഒപ്പം ആയിത്തീർന്ന ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെ, അതുപോലെ നമ്മുടെ സിസ്റ്റേഴ്സിനെ, അതുപോലെ നമ്മുടെ വികാരി അച്ഛൻ ജോജോ അച്ഛനെ, കൊച്ചച്ഛൻ, അസിസ്റ്റന്റ് വികാരിയായ ഫ്രാൻസിസ് അച്ഛനെ എല്ലാവരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. പിന്നെ ഇതിനു വേണ്ടി അഹോരാത്രം ബുദ്ധിമുട്ടിയ വളരെയധികം സമയം ചെലവഴിച്ച കൈക്കാരന്മാരുണ്ട്, പാരിഷ് കൗൺസിൽ മെമ്പേഴ്സുണ്ട്, വിവിധ കമ്മിറ്റി മെമ്പേഴ്സുണ്ട്. അവരെയെല്ലാം ഞങ്ങൾ ഹൃദയപൂർവ്വം സ്മരിക്കുന്നു. ഇന്ന് നിങ്ങൾക്കറിയാമല്ലോ, കേരള ഫ്യൂഷൻ ഡാൻസ് കേരളത്തിൻ്റെ വിവിധങ്ങളായ കലാരൂപങ്ങൾ സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു സുന്ദര കലാരൂപം കേരള ഫ്യൂഷൻ ഡാൻസ്, അതിനുവേണ്ടി അണിയിച്ചൊരുക്കിയവരെയും അതിൽ പങ്കെടുത്തവരെയും ഞങ്ങൾ ഹൃദ്യമായ ഭാഷയിൽ നന്ദി പറയുന്നു. പിന്നെ വിവിധങ്ങളായ കലാപരിപാടികൾ ഉണ്ടായിരുന്നു. ഇവിടെ ക്രിസ്ത്യൻ സോങ്സ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ സണ്ണാർട്സ് അക്കാഡമി ഡാൻസ് ഉണ്ടായിരുന്നു, അൽഫോൺസമ്മ നാടകം ഉണ്ടായിരുന്നു. അവസാനം ഇതാ കിടിലൻ SMIMൻ്റെ ഡാൻസ് സ്കിറ്റ് ആൻഡ് ഡാൻസ് ഉണ്ടായിരുന്നു. അതിൽ പങ്കെടുത്തവരെയും അതിനുവേണ്ടി ബുദ്ധിമുട്ടിയവരെയും അതിനുവേണ്ടി കൊറിയോഗ്രാഫി നടത്തിയവരെയും എല്ലാം ഞങ്ങൾ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. പിന്നെ ഇതിനു വേണ്ടി നമുക്ക് വേണ്ടി നല്ല ഭക്ഷണം ഒരുക്കുന്ന ഫുഡ് കമ്മിറ്റികളുണ്ട്. അതുപോലെ തന്നെ ഫയർ വർക്ക്സ് നടക്കുന്ന ഫ്രണ്ട്സ് ഓഫ് സീറോ മലബാറിൻ്റെ വകയിലെ ഫയർ വർക്ക്സ് ഉണ്ട്. ഇവരെല്ലാവരും ഞങ്ങൾ ഓർക്കുന്നു. പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള ലൈറ്റ് ആൻഡ് സൗണ്ട് അറേഞ്ച്മെൻറ്റ് പോൾ ആൻഡ് ഷിജോ ആൻഡ് അനു തോമസ്, ഇവരെ ഞങ്ങൾ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. വീഡിയോ നമുക്ക് വേണ്ടി ചെയ്തു തന്ന സുന്ദരമായ രീതിയിൽ വീഡിയോ ഇവരും ഫ്രീ ആയിട്ടാണ് ചെയ്തു തരുന്നതൊക്കെ അഭിഷേക് മാറമറ്റം ആൻഡ് അനീഷ് മാറമറ്റത്തെ ഞങ്ങൾ നന്ദിയുടെ ഭാഷയിൽ ഓർക്കുകയാണ്. ഇനി ഇലുമിനേഷൻ LED ചെയ്തു തന്ന ബീറ്റാ സ്റ്റോർസ് ബീറ്റ്സ് കൊണ്ടരിയോ, ഇവർ നമ്മൾ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഓർക്കുകയാണ്. പിന്നെ നിങ്ങളില്ലാതെ നമുക്ക് എന്ത് ആഘോഷമാണ്, സന്തോഷമാണ്. ഹൃദയത്തിൻ്റെ ഭാഷ അത് മാത്രമല്ല, ഹൃദയം ദുന്ദുകിനാദം കൊട്ടുന്ന ഈ സുന്ദര മുഹൂർത്തത്തിൽ നമ്മോടൊപ്പം ചേർന്ന് ഈ സുന്ദര മുഹൂർത്തങ്ങൾ ഹൃദയത്തിലേക്ക് ആവാഹിക്കുവാൻ നിങ്ങൾ കാണിച്ച ഈ മനസ്സിൻ്റെ എന്താ പറയുക, എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. ഏറ്റവും നല്ല ഭാഷയിൽ ഇത് നമ്മുടെ പെരുന്നാളാണ്. നമ്മൾ ചോരയും നീരും കൊടുത്തുണ്ടാക്കിയ നമ്മുടെ പള്ളി, ഈ നമ്മുടെ പള്ളിയുടെ പെരുന്നാളിന് വേണ്ടി ചെലവഴിച്ച് ഓരോ നിമിഷങ്ങൾക്കും സമയം, അതുപോലെ എനർജി, എത്രമാത്രം പ്രിപ്പറേഷൻസ് മറന്നുവിടാൻ വേണ്ടിയിട്ട് ഒരു മാസത്തിലേറെ പല പ്രിപ്പറേഷൻ നടക്കുന്നത്. ഇതിനു വേണ്ടി തയ്യാറാക്കിയ, ഇതിനുവേണ്ടി ബുദ്ധിമുട്ടിയോ ഓരോരുത്തരെയും സർവേശ്വരനെ സമർപ്പിച്ചുകൊണ്ട് ഹൃദയപൂർവ്വം ഓരോരുത്തർക്കും നന്ദി പറയുന്നു. നന്ദി നന്ദി നന്ദി. പിന്നെ സുന്ദരമായി ഇതാണ് നമ്മുടെ പള്ളിയിലെ MC-മാർ വന്നത്. ഇതേവരെ വീട്ടിന് പുറത്ത് നമ്മുടെ പല സമാജങ്ങളിലും ഒരു പോകാറില്ല. നമ്മുടെ സ്വന്തം പയനേഴ്സ് നമ്മുടെ സ്വന്തം പയനേഴ്സാണ് ഈ പള്ളി വാങ്ങിക്കുന്നതിന് വേണ്ടിയുള്ള നമ്മുടെ സീനിയേഴ്സാണ്. അവരെ ഞങ്ങൾ ആദരിക്കുക കൂടിയാണ്. അവരാണ് ഷൈനി മോൾ തയ്യൽച്ചെറിയും ജോളി ജോസഫ്. നന്ദിയുടെ ഭാഷയിൽ സുന്ദരമായിട്ട് അവതരിപ്പിച്ചവരെ ഓർക്കുന്നു. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഇതിനുവേണ്ടി ബുദ്ധിമുട്ടിയ എല്ലാവരെയും ഒരിക്കൽ കൂടി നന്ദിയുടെ ഭാഷ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഇനി ഉടനെ ഫയർ വർക്ക്സ് ആണ് 9:30 കൂടിയിട്ട്.